ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോൻ്റെ മാസ്ട്രോ എഡ്ജ് 125 മോഡലാണ് B6. നമുക്കതിൻ്റെ വണ്ടി വർക്കിന് വേണ്ടിയിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് നമുക്ക് പറഞ്ഞാൽ വർക്ക് എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് സർവീസ് ചെയ്യണം, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റാം, വാട്ടർ സർവീസ് ചെയ്യാം, കീ ഒരു ലൂസ് കോൺടാക്റ്റ് കാണിക്കുന്നുണ്ട്, അതൊന്ന് റെഡിയാക്കണം. അതേപോലെ സീറ്റ് ഓവർ ഒരെണ്ണം മാറ്റാനുണ്ട്, ഹാൻഡിലിൻ്റെ ഗ്രിപ്പ് ഓവർ മാറ്റാനുണ്ട്. ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക് കേട്ടോ. കിലോമീറ്റർ റീഡിങ് നമുക്ക് 9818 കിലോമീറ്റർ, 9818 കിലോമീറ്റർ റീഡിങ് കാണിച്ചാണ്. ഓട്ടം കുറവാണ് വണ്ടിക്ക്. നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്, റീസെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ ബാക്ക് വീൽ ഈ ഒരു ഷാഫ്റ്റ് നമ്മൾ പിടിപ്പിക്കുക. അതിൻ്റെ ബെയറിങ്ങിൻ്റെ ഒക്കെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്തു, നല്ല കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്കിലെ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ ഓയിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, നല്ല ഓയിലാണ്. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ കവർ മാത്രമാണ് ചെറിയൊരു പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ ക്ലച്ച് നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. നമുക്ക് CVT ക്ലച്ചാണ് തന്നെ, ബെൽ ഡ്രൈവ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ക്ലച്ചൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണം കേട്ടോ, കാരണം കറക്റ്റ് സർവീസായിട്ട് ചെയ്ത് കൊണ്ട് വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ പറയത്തക്ക കംപ്ലയിൻസുകളൊന്നും വണ്ടിക്കില്ല. കമ്പനി ബെൽറ്റാണ് കിടക്കണേ, പുതിയ ബെൽറ്റാണ്. അതിന് ബെൻഡെക്സ് കാര്യം ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നോക്കി. ക്ലച്ച് യൂണിറ്റ് നോക്കുമ്പോൾ ചെറിയ തുരുമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൈയോടെ നമ്മളത് അഴിച്ച് ഗ്രീസ് ചെയ്ത് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ ക്ലച്ചിൽ വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. റൊട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അഴിച്ചതാണ്. ക്ലച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്ക് ബ്രേക്കിൻ്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മളതിൻ്റെ വീലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ടയറൊക്കെ പുതിയ ടയർ അടക്കണേ, ഹബിന് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നും ആ ഭാഗത്തില്ല കേട്ടോ. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് പാഡൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്, നിറച്ച് ക്ലീൻ ആക്കി ഇടുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ബ്രാക്കറ്റൊക്കെ, കാലിപ്പറിൻ്റെ ബ്രാക്കറ്റ് അസംബ്ലിയൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്, റീസെറ്റ് ആകുന്നുണ്ട്. വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഫ്രണ്ട് വീലിൻ്റെ ആയാലും ബെയറിങ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തു. ഫ്രണ്ട് ഷോക്കിൻ്റെ വർക്കിംഗ് നോക്കി, കോൺസെറ്റിൻ്റെ കണ്ടീഷൻ നോക്കി. നിലവിൽ യാതൊരുവിധ കംപ്ലയിൻറ്റും ഇല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെ അതിൻ്റെ ഇഗ്നിഷൻ സ്വിച്ച് നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തരാം, കാരണം ഇത് പ്ലാസ്റ്റിക് ടൈപ്പാണ് അതിൻ്റെ ബാക്ക് കോൺടാക്റ്റ് വന്നത്. അപ്പോൾ അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തരാം. പിന്നീടൊക്കെ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സെറ്റപ്പ് വഴി മാറ്റി വെക്കിട്ട് വരും കേട്ടോ. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററിയാണ്, 2026 വെച്ചാണ്, പുതിയ ബാറ്ററിയാണ്. വാറണ്ടി പീരീഡൊക്കെ പുതിയ ബാറ്ററി എന്ന് പറയുമ്പോൾ ഈ വർഷം വെച്ചാണ് ബാറ്ററി ഉണ്ടാവും. വാറണ്ടി പീരീഡ് നമുക്ക് 24 മാസം ഉണ്ട്. ഞാനൊരു വോൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്, വെറുതെ 13 വോൾട്ട് ഉണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 11.6 നിലവിൽ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ നമുക്കതിൻ്റെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ നമുക്കതിൻ്റെ ഹാൻഡിലിൻ്റെ ഗ്രിപ്പ് കംപ്ലയിൻറ്റ് പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിടാം, സീറ്റ് ഓവർ മാറ്റാം, വാട്ടർ സർവീസ് ഇതൊക്കെയാണ് പറഞ്ഞാണ് വർക്ക് ബാക്കിയത്തേടാം. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ലേറ്റായിട്ടാണ് കയറിയേക്കണേ. അപ്പോൾ ഞാൻ എൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ സർവീസും കൂടി ചെയ്ത് നാളെ കാലത്ത് ഒരു 10 മണി 11 മണിയാകുമ്പോഴത്തേക്ക് എടുക്കാവുന്ന രീതിയിലേക്കാണ് സെറ്റ് ആക്കിയാണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം, എസ്റ്റിമേറ്റ് അടക്കം. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാം കേട്ടോ. വിളിച്ചിട്ട് വന്നാൽ മതി. ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ വൈകി കഴിഞ്ഞാൽ തന്നെ ഇവിടെ വന്ന് പോസ്റ്റ് അടിക്കണ്ടല്ലോ. അപ്പോൾ ആയിക്കോട്ടെ, ഞാൻ കോൺടാക്ട് ചെയ്തോളാം എന്തായാലും. ഓക്കെ.